ആ കേസ് രജിസ്റ്റർ ചെയ്ത് അറിയാലോ. ഇത് ആക്ച്വലി ഈ മരണപ്പെട്ട സുഭദ്ര മിസ്സാവുന്നത് കഴിഞ്ഞ മാസം കടവന്ത്രയിൽ നിന്നാണ് മിസ്സാവുന്നത്. ആ ഫസ്റ്റ് വീക്കിലാണ് മിസ്സായിരുന്നത്. അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തു. അവിടെ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് അവരവിടെ ആ ഒരു ഇൻഫോർമേഷനിൽ അവർക്കൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഫൂട്ടേജ് കിട്ടി. ആ ഫൂട്ടേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷർമിളയില്ലേ, ഷർമിളയ്ക്ക് എത്തുന്നത് അതിന്റെ ബേസിലാണ്. അങ്ങനെ ഷർമിളയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മനസ്സിലായത് നമ്മളെ ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള ഇപ്പോൾ ഈ ബോഡി കണ്ടെത്തിയ ആ സ്ഥലത്ത് താമസിക്കുന്നവരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ മുമ്പ് പരിചയപ്പെടുന്ന ഹോസ്റ്റലിലൊരു അന്തേവാസിയായിരുന്നു ഷർമിള. അങ്ങനെയാണ് ഇവര് പൊതുവെ ഈ അമ്പലങ്ങളിലും മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു മരണപ്പെട്ടു പോയ സുഭദ്ര. ആ ഒരു പരിചയത്തിൽ പക്ഷേ 2016-17 മുതൽ ഇവർ പരിചയമുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് മാത്യൂസിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. മാത്യൂസ് ഇവരെ വിവാഹം കഴിഞ്ഞ 2020, 4 വർഷമായി ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. മാത്യൂസാണ് പിന്നീട് കുറച്ച് സ്വഭാവങ്ങളെന്നൊക്കെ മനസ്സിലായല്ലോ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായി തന്നെ മദ്യപാനത്തിനും മറ്റൊക്കെ ആയിട്ടുള്ള കൂടുതൽ കാശിന്റെ ആവശ്യം വന്നപ്പോഴാണ് പിന്നെ ഈ സ്വർണത്തിലേക്ക് തിരിയുന്നത്. അതിലിപ്പോൾ ഇന്ന് മൂന്നാമതായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള റെയ്നോൾഡ് കൊടുത്ത മയക്ക് ഗുളികകളുണ്ട്. ആ ഗുളികകൾ മയങ്ങി കിടക്കുന്ന സമയത്താണ് ആദ്യം ഈ സംഭവത്തിന് മുമ്പ് തന്നെ ഊരിയെടുക്കുന്നുണ്ട്, ഗോൾഡ് ഊരിയെടുക്കുന്നുണ്ട്. ആ ഗോൾഡ് എടുത്തവർ കൊണ്ട് അവിടെ വിൽപ്പന നടത്തിയതിനൊക്കെ നമുക്ക് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തിലെ എവിഡൻസൊക്കെ ആക്ച്വലി കടവന്ത്ര ചെയ്തിരുന്നതാണ്. അതിനുശേഷം പക്ഷേ അവരെ ഈ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് പിന്നീട് അത് ഇൻവെസ്റ്റിഗേഷൻ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായിരിക്കും എന്നുള്ളതിനെ കൊണ്ടാണ് പിന്നെ രാജേഷും കൂട്ടറൊക്കെ പിന്നെ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുന്നത്. അങ്ങനെ ഈ 6-ാം തീയതി 7-ാം തീയതിയാണ് ആ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ മാസം 6-നാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ കേസിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സിറ്റിയിലെ മായ എന്ന് പറയുന്ന മറ്റേ കടവർ ഡോഗാണ്. അത് വയനാട് നടത്തിയ സേവനം നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ ഒരു പ്രഭാത് എന്ന് പറയുന്ന ഒരു ഡോഗ് ഹാൻഡ്ലറാണ്. അപ്പോൾ ഒരു കണ്ടതിന് ശേഷം ഞാൻ അയാളോട് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞതൊരു 80-90% ബോഡി അവിടെ ഉണ്ട് എന്നാണ് ഡോഗിന്റെ ബിഹേവിയർ കാണിക്കുന്നത്. ഡോഗ് അതാണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞു. അതിന്റെ പേരിലാണ് പിന്നെ നമ്മളവിടെ നെക്സ്റ്റ് ഡേ തന്നെ എക്സ്ഹ്യൂമേഷൻ നടത്തിയത്. ശരിക്കും ഒരു പ്രതിയെ വെയിറ്റ് ചെയ്ത് പ്രതിയെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് ഒന്നും കൂടിയും വേണ്ടത്. പക്ഷെ അവിടെ താമസിക്കുന്ന സ്ഥലം അതിനെക്കൊണ്ട് അവർ അക്കൗണ്ടബിൾ ആണ്. ഏതായാലും ആ രീതിയിലാണ് നോക്കി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് പിന്നെ കൂടുതൽ ദിവസം ബോഡി അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പ്രതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീകമ്പോസിഷൻ ചാൻസ് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് സയന്റിഫിക് എവിഡൻസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിന്നെ അന്ന് തന്നെ പ്രതികളുടെ സാന്നിധ്യമില്ലാതെ തന്നെ അത് എക്സ്ഹ്യൂം ചെയ്തത്. ആ എക്സ്ഹ്യൂമേഷനൊക്കെ ബാക്കി നിങ്ങൾ കണ്ടതാണ്. അതിൽ ബോഡി പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവെയുള്ള ഈ തണുപ്പുള്ള കണ്ടീഷനും മറ്റുമൊക്കെ ആയിരിക്കും. വലിയ ഡീകമ്പോസിഷൻ, ഒരു മാസത്തെ ഡീകമ്പോസിഷൻ ശരിക്കും ബോഡിയിൽ വന്നിട്ടില്ല. പിന്നെ ഇഞ്ചുറി ആ ടൈപ്പ് ഇഞ്ചുറീസാണ്, സോഫ്റ്റ് ടിഷ്യൂസിലുള്ള ഇഞ്ചുറീസ് അല്ല. ശരിക്കും ഹയർഡ് ബോണിന് ഫ്രാക്ചർ ഉണ്ട്, മറ്റ് റിബ്സിന് ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ അത് നമ്മളവിടുന്ന് പ്രതികളെ കൊണ്ട് തന്നെ സംഭവം എങ്ങനെയാണെന്ന് കാണിച്ച സമയത്ത് വളരെ കൃത്യമാണ്. 2 ഭാഗത്തും ഷോൾട്ട് മുറുക്കിയതിന് ശേഷം കവിത്തി കിടത്തി ചവിട്ടി പിടിച്ചതിലാണ് ആ റിബ്സിന് പറ്റിയിരിക്കുന്ന ഫ്രാക്ചർ മറ്റും. റെയ്നോൾഡിന്റെ ആ സമയത്ത് രാവിലെ നമ്മൾ കാണുമ്പോൾ ആ സമയത്ത് അത്രയൊന്നും കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വെച്ച് മനസ്സിലായപ്പോഴാണ് ഇതിലേക്കുള്ള മയക്കുള്ള ഗുളികകളും ആദ്യം ഗോൾഡ് എടുക്കുന്ന സമയത്തും പിന്നീട് എടുക്കുന്ന സമയത്തും ഈ മർഡറിന് ശേഷമാണ് പിന്നെ കാതിലെയും മറ്റുമൊക്കെ എടുക്കുന്നത്. കാതിലും മൂക്കിലൊക്കെ ഉള്ളത്. കഴുത്തിൽ പിന്നെ ഒരു റോൾഡ് ഗോൾഡ് എന്താ 3 പേരും പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ഇപ്പോൾ മെഡിക്കൽ കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്തു. 2 സ്വർണം മുമ്പ് ശരിക്കും ട്രിഗർ ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് അവർ ആദ്യം നഷ്ടപ്പെട്ടു പോയ സ്വർണത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടു. ആ സ്വർണം ചോദിച്ചു. അവർക്ക് ബോധം വന്ന സമയത്ത് മയക്കുകുഴി കഴിഞ്ഞ ശേഷം അതാണ് ട്രിഗർ ചെയ്ത ഫാക്ടർ. മർഡറിലേക്ക് ട്രിഗർ ചെയ്ത ഫാക്ടർ അതാണ്. അപ്പോൾ അത് അവർ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഒരു മർഡർ ചെയ്തത്. പിന്നെ ബാക്കിയുള്ള സ്വർണം അതിന് ശേഷം എടുത്തു. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മർഡർ. കൊലപാതകത്തിന് മുമ്പ് ഒരു പ്ലാൻ ആണ്. ആക്ച്വലി ഇത് 2 മാസം മുമ്പ് തന്നെ ഇതുപോലെ ഒരു പ്ലാൻ നടന്നിട്ടുണ്ട്. പക്ഷെ അന്നെന്തോ വന്ന സമയത്ത് അവരിത് ചെയ്യാതെ പോയതാണ്. ഇത് ഓൾറെഡി പ്ലാൻഡ് ആണത്. ഓക്കെ, എന്തെങ്കിലും വേറെ നല്ലൊരു വർക്കാണ് ശരിക്കും ഈ ഓഫീസേഴ്സിന്റെ. കാരണം നമ്മൾ ഇവിടുന്ന് നിങ്ങളത് ഞാൻ പലരോട് പറഞ്ഞു, ഇവിടുന്ന് ന്യൂസിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈ രാവിലെ ബോഡി എടുക്കുമ്പോഴേക്ക് പോലീസ് പാർട്ടി എവിടെയാണ്? ഉടുപ്പിയിൽ എന്നല്ല ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് വായിക്കാത്ത പ്രതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും വായിച്ചിട്ടുണ്ട്. പ്രതികൾ എന്തായാലും വായിച്ചിട്ടില്ല. കാരണം അവർ നേരെ ഇതിന് ശേഷം
ഇവിടുന്ന് ഒരു നമ്പർ ലൊക്കേറ്റ് ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നേരെ പോയത് ഉടുപ്പിയിലേക്കാണ്. അവിടെ ഈ സഹോദരന്മാർ അവിടെ കാത്തിരിക്കണ്ടായിരുന്നു. അത് ഉടുപ്പി അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 6 പൗണ്ട് 6 ഉണ്ടാവില്ലേ? 6 ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ.